ചാരെ എത്തിയ കാലന്റെ രൂപത്തിലുള്ള വെള്ളിക്കെട്ടന്റെ കൊടും വിഷത്തെ പോരാടി തോൽപ്പിച്ച് 10 വയസ്സുകാരൻ അനോഷ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. സഹോദരൻ അൽജോയെ കവർന്ന അതേ വിധിയിൽ നിന്നും 12 നാളത്തെ തീവ്ര പരിചരണത്തിനൊടുവിലാണ് കൊടകര കോടാലി സ്വദേശികളായ സിൽജോ ജോൺസി ദമ്പതികളുടെ മകൻ അനോഷ് കറുകുറ്റി അപ്പോളോ അറ്റ്ലക്സ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയത്. പ്രിയതാരം ലയണൽ മെസ്സിയുടെ ജേഴ്സിയും ഫുട്ബോളും സമ്മാനമായി ഏറ്റുവാങ്ങി. പുഞ്ചിരിയോടെ ആശുപത്രിയുടെ പടികടക്കുമ്പോൾ കണ്ടുനിന്നവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഏപ്രിൽ 18 പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അനോഷിനെയും അനിയൻ അൽജോയെയും പാമ്പ് കടിക്കുകയായിരുന്നു. ഭക്ഷണത്തിലെ അസ്വാഭാവികതയാണെന്ന് കരുതിയിരിക്കെയാണ് കിടപ്പുമുറിയിൽ നിന്ന് വെള്ളിക്കെട്ടനെ കണ്ടെത്തിയത്. ഈ വിവരം കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചത് ചികിത്സയിൽ നിർണായകമായി. അൽജോ വിടവാങ്ങിയെങ്കിലും അനോഷിനെ എന്തു വില കൊടുത്തും രക്ഷിക്കണമെന്ന ഡോക്ടർമാരുടെ നിശ്ചയദാർഢ്യമാണ് ഫലം കണ്ടത്. ആശുപത്രിയിലെത്തുമ്പോൾ അനോഷിന്റെ നില അതീവ ഗുരുതരമായിരുന്നു. ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം നിലച്ച നിലയിലായിരുന്ന കുട്ടിയെ 15 അംഗ വിദഗ്ധ മെഡിക്കൽ ടീം ഏറ്റെടുത്തു. രക്തം ശുദ്ധീകരിക്കുന്നതിനും ശ്വസന പ്രക്രിയ സുഗമാക്കുന്നതിനുമായി എക്മോ ചികിത്സ നടത്തി. ശ്വസനനാളത്തിലേറ്റ മുറിവ് തുന്നിച്ചേർക്കുന്ന സങ്കീർണമായ ശസ്ത്രക്രിയയും വിജയകരമായി പൂർത്തിയാക്കി. വിഷം തടയാനുള്ള മരുന്നുകളോടൊപ്പം ബ്രോങ്കോസ്കോപ്പി അടക്കമുള്ള ചികിത്സകളും നൽകി. 3 ദിവസത്തെ തീവ്ര പരിചരണത്തിനൊടുവിൽ എക്മോയിൽ നിന്നും വെന്റിലേറ്ററിൽ നിന്നും അനോഷിനെ മാറ്റി. പടിപടിയായി ആരോഗ്യനില വീണ്ടെടുത്ത അവൻ പരസഹായമില്ലാതെ ഭക്ഷണം കഴിക്കാനും നടക്കാനും ആരംഭിച്ചതോടെയാണ് ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചത്. ആശുപത്രിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സിഇഒ ഡോക്ടർ ആബേൽ ജോർജ്, ഓപ്പറേഷൻസ് ഹെഡ് ഡോക്ടർ ദിൽഷാദ് തൊണ്ടിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. പ്രശസ്ത ഫുട്ബോൾ കമന്റേറ്റർ ഷൈജു ദാമോദരൻ നേരിട്ടെത്തിയാണ് മെസ്സി ജേഴ്സിയും പന്തും അനോഷിന് സമ്മാനിച്ചത്. ബെന്നി ബഹനാൻ MP അടക്കമുള്ള പ്രമുഖരും അവനെ കാണാനെത്തിയിരുന്നു. അനിയൻ നഷ്ടപ്പെട്ട നൊമ്പരത്തിനിടയിലും തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞാണ് അനോഷ് വീട്ടിലേക്ക് മടങ്ങിയത്.